നോക്കിക്കോളൂ. ഇന്നലത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിൽ ചോദിക്കുകയാണ്, നോക്കിക്കോളൂ, എഴുതിക്കോ. ആൻ ഓർഗാനിക് കോമ്പൗണ്ട്, എഴുതിക്കോളൂ. ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. An organic compound has following percentage composition. കാർബൺ ഇന്നലത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുകയാണേ. കാർബൺ 12.36%, ഹൈഡ്രജൻ 2.13%, അതേപോലെ തന്നെ ബ്രോമിൻ ഈക്വൽ ടു 85%. ഞാനിപ്പോൾ എന്തോ പറഞ്ഞേ? കാൽക്കുലേറ്റ്, സോറി ഇറ്റ്സ് വേപ്പർ ഡെൻസിറ്റീസ് ചെയ്താണോ ഇത്? ഞാൻ നോക്കി, ഇതിപ്പോൾ ബാക്കി പറയാൻ പോകുന്നത് ചെയ്താണോ? ഇറ്റ്സ് വേപ്പർ ഡെൻസിറ്റി is 94. Find its molecular formula. ഓക്കെ, സാധാരണ പെർസെൻറ്റേജ് കോമ്പോസിഷൻ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ടേബിൾ വരയ്ക്കണം. എല്ലാവരും ശ്രദ്ധിച്ചോണം, ഓഫ്ലൈൻകാർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. നമ്മളൊരു ടേബിൾ വരയ്ക്കുക. ഇവിടെ ശ്രദ്ധിച്ചോ, എല്ലാവരും ശ്രദ്ധിച്ചു, വേണ്ട അത് പുതിയൊരു സാധനം. ഇത് ഒരു ടേബിൾ വരയ്ക്കുക. ആ ടേബിളിനകത്ത് കുറേ കോളം വരയ്ക്കുന്നുണ്ട്. ഒരെണ്ണം എലമെൻറ്റിന് വേണ്ടി വരയ്ക്കുക. എല്ലാവരും ശ്രദ്ധിക്കണേ, എന്നിട്ട് എഴുതുക, ശ്രദ്ധിച്ചിട്ട് എഴുതുക. ഒരെണ്ണം എലമെൻറ്റിന് വേണ്ടി, ഒരെണ്ണം തന്നിരിക്കുന്ന പെർസെൻറ്റേജ് എഴുതാൻ വേണ്ടി. മൂന്നാമത്തെ കോളം എന്ന് പറയുമ്പം പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ ആറ്റോമിക് മാസ്. നാലാമത്തെ കോളം എന്തിനാ? പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ ആറ്റോമിക് മാസ്. അഞ്ചാമത്തെ എന്തിനാ? സിംപ്ലസ്റ്റ് റേഷ്യോ ഇല്ലേ? ആറാമത്തെ എന്തിനായിരിക്കും? ഓക്കെ, ആറാമത്തെ ഹോൾ നമ്പർ റേഷ്യോ. എല്ലാവരും ഒന്ന് ഇപ്പം എന്താണ് ആൻ കയറി എന്ന ആൻ ഓക്കെ. നമ്മൾ ഇതാ ക്വസ്റ്റ്യൻ, നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം എഴുതിക്കും. നമ്മളൊരു പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ പഠിച്ചായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു ടേബിൾ വരയ്ക്കണം. ഇതിനകത്ത് ഓരോ ടേബിളും ഓരോന്ന്. ആദ്യത്തെ ടേബിൾ എന്ത് റെപ്രസെൻറ്റ് ചെയ്യണം? എലമെൻ്റ് ആണ്. എലമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ആദ്യത്തെ എലമെൻറ്റ്. രണ്ടാമത്തെ കോളം എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? തന്നിരിക്കുന്ന പെർസെൻറ്റേജിനെ. മൂന്നാമത്തെ കോളം എന്താ? അറ്റോമിക് മാസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ. നാലാമത്തെ കോളം എന്താ? പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. അഞ്ചാമത്തെ കോളം എന്താ? സിംപ്ലസ്റ്റ് അറ്റോമിക് റേഷ്യോ ഇല്ലേ? സിംപ്ലസ്റ്റ് അറ്റോമിക് റേഷ്യോ. അടുത്ത എന്താ? സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ. സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ എന്തായാലും തന്നിരിക്കുന്ന എലമെൻറ്റ് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുക? ഓർഡറിൽ ഇതുകൊണ്ട് ഇവിടെ കൊടുക്കുക. തന്നിരിക്കുന്ന എലമെൻറ്റിനെ ഓർഡറിൽ നമ്മൾ എവിടെ കൊടുക്കുക? ഇതുകൊണ്ട് ഇവിടെ സി കൊടുക്കുക ആദ്യം, പിന്നെന്താ? ഹൈഡ്രജൻ കൊടുക്കുക, പിന്നെന്താണ്? ബ്രോമിൻ കൊടുക്കുക. ഓക്കെ. ഇനി അതിൻ്റെ പെർസെൻറ്റേജ് എഴുതുക. എന്താ? 12.36. ഇവിടെ എത്രയാ? 2.13. ഇവിടെ എത്രയാ? 85. ഇനി അതിൻ്റെ ആറ്റോമിക് മാസ് എഴുതുക. ആറ്റോമിക് മാസ് എത്ര? കാർബണിൻ്റെ ആറ്റോമിക് മാസ് 12 ആണ്, ഹൈഡ്രജൻ്റെ 1 ആണ്, ബ്രോമിൻ്റെത് 80 ആണ്. ഓക്കെ. മൂന്നാമത്തെ ടേബിളിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? സെക്കൻഡ് കോളം ഡിവൈഡ് ബൈ തേർഡ് കോളം. അതായത് ഇവിടെ എന്താണ്? 12.36 ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.06 കിട്ടും. ഓക്കെ, അപ്രോക്സ് ആണേ. ഇവിടെ നോക്കിയോ, അതേപോലെ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അതായത് 2.13 ഡിവൈഡഡ് ബൈ 1 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2.13 തന്നെ കിട്ടും. ഇവിടെ നോക്കിയോ, 85 ഡിവൈഡഡ് ബൈ 80 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും എന്നറിയാമോ? ഓൾമോസ്റ്റ് 1.06 തന്നെ കിട്ടും. ഓക്കെ. ഇതിനകത്ത് ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? ഇതിനകത്ത് 1.06. അതിനെ എന്ത് ചെയ്യുന്നറിയാമോ? എല്ലാത്തിനെയും അതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. അതായത് 1.06 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പെർസെൻറ്റേജ് ബൈ അറ്റോമിക് മാസിൻ്റെ ഡിവിഷന്. അതിനെ ഞാൻ ഇതിനകത്ത് ഈ മൂന്നെണ്ണത്തിനകത്ത് ഏറ്റവും ചെറുത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1.06 തന്നെയാണ്. അപ്പോൾ നമുക്ക് 1 കിട്ടും. ഇവിടെ എന്താണ്?
2.13 ഡിവൈഡ് ബൈ 1.06 ആണ്. അത് ഏകദേശം എന്ത് തന്നെയാണ്? 2 ആണ്. 2 ആണ് ഏകദേശം. 2.0 സംതിങ് വരും. 2 എന്ന് ഇടാം. 2.0നെ നീ എന്ത് ചെയ്താലാണ് നീ ഹോൾ നമ്പർ ആക്കാൻ പോകുന്നത്? എടുത്തോ, അങ്ങനെയാണെങ്കിലും എടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇത് നമുക്ക് ഏകദേശം 2 കിട്ടും. ഏകദേശം 2.006 കിട്ടും. ഇനി ഇവിടെ ചെയ്യുമ്പോൾ എന്താ? 1.06 ഡിവൈഡ് ബൈ എത്രയാണ്? 1.06. അത് എത്രയാണ്? 1. ഇനിയും ഇവിടെ കിട്ടുന്ന സിംപ്ലസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ പോയിന്റ് ആവുന്നെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആക്കി എഴുതണം. ഇപ്പോൾ ഇവിടെ 1.5 വന്നു, എന്ത് ചെയ്യണം? ഇൻറ്റു 2 ചെയ്തിട്ട് അത് 3 ആക്കി മാറ്റണം. അപ്പോൾ ഇവിടെ ഇൻറ്റു 2 ചെയ്യണം, ഇവിടെ ഇൻറ്റു 2 ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഇപ്പോൾ തൽക്കാലം എല്ലാം കംപ്ലീറ്റ് ഫിഗർ ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തന്നെ എടുത്ത് എന്ത് എഴുതിയാൽ മതി? സിംപ്ലസ്റ്റ് റേഷ്യോ ആയിട്ട് എഴുതാൽ മതി. 1, 2, 1. ഓക്കെ, ഇത്ര ഒന്ന് എഴുതിക്കേ, പെട്ടെന്നാട്ടെ. ഇത്ര മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോണം. ജന്ന, അതേപോലെ തന്നെ ഓഫ്ലൈനിലെ ആരെങ്കിലും, അർപ്പിത, ആരൊക്കെയാണോ കയറി അവരെല്ലാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണം. ആർക്കെങ്കിലും, അമലിനോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓഫ്ലൈനിൽ വരുന്ന അഭിനവിനോ ആർക്കെങ്കിലും. ഓൺലൈനിൽ നമ്മൾ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണ് ഇത്രയും, അതുകൊണ്ട് തന്നെ ഓൺലൈൻകാർക്ക് കുറച്ച് സെറ്റായിട്ട് മനസ്സിലായി കാണും. അലീഷയ്ക്ക് മനസ്സിലായത്? അലീഷ മനസ്സിലായി സർ. ഓക്കെ. അർപ്പിതയ്ക്ക് മനസ്സിലായത്? മനസ്സിലായി സർ. ശ്രീലക്ഷ്മിക്ക് മനസ്സിലായോ? ശ്രീലക്ഷ്മി? ശ്രീലക്ഷ്മി മിസ്സായിട്ടുള്ള ക്ലാസ് എല്ലാം എന്തൊക്കെ ഒന്നെങ്കിൽ ചോദിച്ച് പഠിക്കുക, അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് അയച്ച് മേടിക്കുക കേട്ടോ. ഞാൻ ചിലപ്പം വിട്ടുപോയിക്കാനായിട്ട്, അത് അയച്ച് മേടിക്കുക കേട്ടോ. ഓക്കെ സർ. പെട്ടെന്ന് എഴുതണേ. ആൻ ഓക്കെ ആണോ? ആൻ? യെസ് സർ. അനുഷ്കയ്ക്ക് ഓക്കെ ആണോ? അനുഷ്ക ഓക്കെ ആണ്. അർജുനൊക്കെ ഓക്കെ അല്ലേടാ? അർജുന്, അലൻ ഒക്കെ ഓക്കെ അല്ലേ? അർജുൻ, അലൻ, ജോഹാനൊക്കെ വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ജോഹാനെ? ഉണ്ട് സാറേ. ഓക്കെ. ഓക്കെ, ഇനി നമ്മൾ എന്താണെന്ന് അറിയാം, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുലയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം ഈ സിംപ്ലസ്റ്റ് റേഷ്യോ വെച്ചിട്ട് നമുക്ക് എപ്പോഴും കിട്ടുന്നത് എന്താണെന്നറിയോ? അതിൻ്റെ ഇമ്പീരിക്കൽ ഫോർമുല. എല്ലാവരും ശ്രദ്ധിച്ചോണം, ഇവിടെ ശ്രദ്ധിച്ചോളൂ. നമുക്കിപ്പോൾ കിട്ടുന്നത് ഉണ്ട് ഇമ്പീരിക്കൽ ഫോർമുല. എല്ലാവരും ശ്രദ്ധിച്ചോ. ഇമ്പീരിക്കൽ ഫോർമുല. ഇമ്പീരിക്കൽ ഫോർമുല എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഈ റേഷ്യോ വെച്ചിട്ടാണ് ഇമ്പീരിക്കൽ ഫോർമുല എഴുതുന്നത്. അതെങ്ങനെയാണെന്നറിയാമോ? നോക്കിയോ, കാർബൺ എത്ര ആറ്റം ഉണ്ടെന്ന് അതിനർത്ഥം? 1 ആറ്റം ഉണ്ടെന്നുള്ള അർത്ഥം. അതിൻ്റെ ആറ്റത്തിൻ്റെ റേഷ്യോ 1 ആണ്. അപ്പം C1 ഓക്കെ ആണല്ലോ. ഇനിയും ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 2. H2. ബ്രോമിൻ എത്ര ഉണ്ട്? Br1. അപ്പം അതിനെ നമുക്ക് സിമ്പിളി എന്തെന്ന് എഴുതാം? CH2Br എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇതാണ് അതിൻ്റെ ഇമ്പീരിക്കൽ ഫോർമുല. ഇമ്പീരിക്കൽ ഫോർമുല വെച്ചിട്ട് ഇനി അടുത്തത് ഇമ്പീരിക്കൽ ഫോർമുല വെച്ചിട്ടുള്ള മാസ് കണ്ടുപിടിക്കണം. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇമ്പീരിക്കൽ ഫോർമുല മാസ് എന്ന് കണ്ടുപിടിക്കും.
ഇമ്പീരിക്കൽ. സാധാരണ മോളിക്കുലാർ ഫോർമുല മാസ് അല്ലേ കണ്ടുപിടിക്കുന്നത്, മോളിക്കുലാർ ഫോർമുല വെച്ചിട്ടുള്ള മാസ്സാണ് കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ ഇമ്പീരിക്കൽ ഫോർമുല വെച്ചിട്ടുള്ള മാസ് കണ്ടുപിടിക്കുന്നത്, അതിനെയാണ് ഇമ്പീരിക്കൽ ഫോർമുല മാസ് എന്ന് പറയുന്നത്. ഇമ്പീരിക്കൽ ഫോർമുല മാസ് എന്ന് പറയുമ്പോൾ എത്ര വരും നമുക്ക് നോക്കാം. കാർബൺ 1 12 ഇല്ലേ, പ്ലസ് ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്, 2 × 1 പ്ലസ് ബ്രോമിൻ 80 ആണ് ഇല്ലേ. അപ്പോൾ എത്ര വരും? 12 + 2 + 80 എത്ര വരും? 80 10 90 92 94 വരും ആണല്ലോ. അതവിടെ കിടക്കട്ടെ. ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് വേപ്പർ ഡെൻസിറ്റി ആണ്. അപ്പോൾ വേപ്പർ ഡെൻസിറ്റി മോളിക്കുലാർ ഫോർമുല മാസ് തമ്മിലൊരു ബന്ധമുണ്ട്. നോക്കിക്കോ, മോളിക്കുലാർ മാസ് ഈസ് ഈക്വൽ ടു മോളിക്കുലാർ, ശ്രദ്ധിച്ചോണം, നമുക്ക് മോളിക്കുലാർ ഫോർമുലയാണ് കണ്ടുപിടിക്കേണ്ടത്. മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ ഇനി നമ്മൾ ആദ്യം മോളിക്കുലാർ ഫോർമുല മാസ് കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ നോക്കിയോ, എല്ലാവരും ശ്രദ്ധിച്ചോ, മോളിക്കുലാർ മാസ് ഈസ് ഈക്വൽ ടു 2 × വേപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്, പുതിയ ഇക്വേഷൻ. വേപ്പർ ഡെൻസിറ്റി മോളിക്കുലാർ മാസ്, കാരണം ഇവിടെ തന്നിരിക്കുന്നത് എന്താ, ഇവിടെ മോളിക്കുലാർ മാസോ അതിനൊന്നും തന്നിട്ടില്ല, വേപ്പർ ഡെൻസിറ്റിയാണ് തന്നിരിക്കുന്നത്. അത് വെച്ചിട്ട് മോളിക്കുലാർ മാസ് നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ. അപ്പോൾ നോക്കിയോ, മോളിക്കുലാർ മാസ് ഈസ് ഈക്വൽ എന്താ, 2 × വേപ്പർ ഡെൻസിറ്റി. വേപ്പർ ഡെൻസിറ്റി എത്ര തന്നിട്ടുണ്ട്? എത്ര തന്നിട്ടുള്ള വേപ്പർ ഡെൻസിറ്റി? 94 ആണ്. അപ്പോൾ 2 × 94 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 188 കിട്ടും. ഓക്കെ. അപ്പോൾ മോളിക്കുലാർ മാസ് എത്ര കിട്ടി? 88. ഇമ്പീരിക്കൽ ഫോർമുല മാസ് എത്ര കിട്ടി? 94. അങ്ങനെയാണെങ്കിൽ നമ്മൾ n കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? n ഈസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപീരിക്കൽ ഫോർമുല മാസ്. എംപീരിക്കൽ ഫോർമുല മാസ്. അപ്പോൾ നോക്കി എത്ര കിട്ടും? 188 ഡിവൈഡ് ബൈ എത്രയാണ്? 94. എത്ര കിട്ടും? 2. n 2 കിട്ടും. പറഞ്ഞോ, ആരെല്ലാം പറഞ്ഞായിരുന്നോ? ഓക്കെ. ഇനി നോക്കിയോ, ഇനി നമുക്ക് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്താണെന്നറിയാമോ? മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു n × ഇമ്പീരിക്കൽ ഫോർമുല ആയിരിക്കും ഇക്വേഷൻ. ഇമ്പീരിക്കൽ ഫോർമുല മാസും ഇമ്പീരിക്കൽ ഫോർമുല രണ്ടും നോക്കിക്കോണം, ശ്രദ്ധിച്ചോണം. ഇത് ഇമ്പീരിക്കൽ ഫോർമുലയാണ്. ഓക്കെ. നമുക്കറിയാം n ഇപ്പം നമുക്ക് 2 കിട്ടി. 2 × ഇമ്പീരിക്കൽ ഫോർമുല എന്താ? CH2Br ആണ്. അപ്പോൾ എന്തുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഒരിക്കലും ഇങ്ങനെ 2CH2Br ഇങ്ങനെ എഴുതി വെക്കരുത്. എങ്ങനെ എഴുതണം? ആ താഴെയുള്ള ആ ഇതുമായിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. എന്താ, ഇവിടെ 1 ആയിരുന്നു, ഇവിടെ 1 ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? C × 1 × 2 ഇവിടെ ചെയ്യണം, H 2 × 2 ഇവിടെ ചെയ്യണം, Br എത്ര? 1 × 2 ചെയ്യണം. അപ്പം എന്ത് ചെയ്യണം? അപ്പോൾ എത്ര കിട്ടുന്നത്? ഈസ് ഈക്വൽ ടു C2H4Br2. ഇതായിരിക്കും നമ്മുടെ മോളിക്കുലാർ ഫോർമുല. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാമേ, എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഉണ്ട്. ഇതിൻ്റെ പേര് ഡൈബ്രോമോ ഈഥൈൻ എന്ന് പറയും. ഹൈഡ്രോ കാർബൺസ്. ഇത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ജ്യോതിസൊക്കെ ഓക്കെ ആണോ? ഓക്കെയാണ് സർ. ആർക്കെങ്കിലും ഈ ഒത്തിരി പേരുള്ളതുകൊണ്ട് പേരെടുത്ത് ചോദിക്കാൻ വയ്യ, 10-20 പേരുണ്ട് ഇതിനകത്ത്. അർജുൻ ഓക്കെ ആണോ? അർജുൻ ഓക്കെയാണ്. ഓക്കെയാണ് സർ. ഓക്കെ. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. എഴുതി കഴിഞ്ഞവരെല്ലാം ഹാൻഡ് റൈസ് ചെയ്യാം. എഴുതി കഴിഞ്ഞവർക്കെല്ലാം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. അക്ഷയുടെ കാര്യം പറഞ്ഞു. അക്ഷയൻ ശ്രീഹരിയും ഓക്കെ ആണോ? അക്ഷയൻ ശ്രീഹരിയും മനസ്സിലായോ? ഓക്കെ.
പാർവണ അനഘയെ മറന്നതല്ല, ഓക്കെ ആണെന്ന് അറിയാവുന്നതുകൊണ്ടാ ചോദിക്കാത്ത, ഇന്നലെ പഠിപ്പിച്ചതാണല്ലോ. ഓക്കെ ആണോ പാർവണ? ആ ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Give the empirical formula of the following compound. Give the empirical formula of the following compound. Give the empirical formula of following compound. അതിൽ ഒന്നാമത്തേത് C6H12O6. ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല, ഇതിൻ്റെ എംപീരിക്കൽ ഫോർമുല കണ്ടുപിടിക്കണം. ഇതിൻ്റെ എംപീരിക്കൽ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ചെറിയ റേഷ്യോ ആക്കിയാൽ മതി. അതായത് ഇതിനെ ഏറ്റവും ചെറുതാക്കാൻ പറ്റുന്നത് 3 പേരെയും ഏതെങ്കിലും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പറ്റത്തില്ല, അതിനേക്കാളും ഡിവൈഡ് ചെയ്യാൻ പറ്റും 6. നോക്കിയേ, ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? ഇത് C1 വരും. ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? H2 വരും. ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? ഇത് O1 എന്ന് വരും. അതായത് CH2O ഇതായിരിക്കും അതിൻ്റെ മോളിക്കുലാർ ഫോർമുല. അറിയാത്തൊരു സ്റ്റെപ്പൊക്കെ എഴുതിയിട്ടേക്കണം കേട്ടോ. രണ്ടാമത്തേത് C6H6 ഇതിൻ്റെ എംപീരിക്കൽ ഫോർമുല. ഇത് ആൻസർ ആണ്. ഇതും ആൻസർ എന്താണെന്ന് ചോദിക്കും. ഇത് ക്വസ്റ്റ്യൻ ആണ്. ആ CH എന്നേ ഉള്ളൂ. കാരണം എന്താ? പിന്നെ ഇതിനെ രണ്ടിനെ എന്താ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? C1H1 എന്ന് കിട്ടും. ആണോ? എടാ, ഈ ഡിവൈഡ് ബൈ എന്നൊന്നും ക്വസ്റ്റിനകത്ത് എഴുതരുത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇട്ട് എന്നാണ്. സൈഡിലോട്ട് എവിടെയെങ്കിലും എഴുതി വേണം നോക്കിക്കോണം. ഓക്കെ, ഇതെന്താണ്? ഇത് ശരിക്കും ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുലയാണ്. ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുലയാണ്, കംപ്ലീറ്റ് ഫോർമുലയാണ്. ഓരോ ആറ്റങ്ങൾ എത്രയുണ്ട് എന്നുള്ള കൃത്യം കണക്കാണിത്. ഇത് അതിൻ്റെ റേഷ്യോയാണ്. ഇത് എംപീരിക്കൽ ഫോർമുലയാണ്. അതേപോലെ ഇത് മോളിക്കുലാർ ഫോർമുലയാണ്. ഇത് അതിൻ്റെ എംപീരിക്കൽ ഫോർമുലയാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചെയ്തേ നോക്കട്ടെ. CH3COOH ഒന്ന് ചെയ്തേ നോക്കട്ടെ. നോക്കിയോ, ഇത് ചെയ്യുമ്പോൾ നോക്കിയേ, ഇത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കിതിനെ ഡിവൈഡ് ചെയ്യണോ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. കാർബൺ ഇവിടെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 2. അപ്പോൾ C2 എന്ന് എഴുതാം അല്ലേ. ഹൈഡ്രജൻ ഇവിടെ ടോട്ടൽ എത്ര ഉണ്ട്? 4. 3 1 4. പിന്നെ ഓക്സിജൻ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2. ഇതാണ് ശരിക്കും ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? ഏറ്റവും ചെറുതാക്കണമെങ്കിൽ എല്ലാത്തിനും എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? C1H2O1 എന്ന് വരും അല്ലേ. അതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? CH2O എന്ന് എഴുതാം. മനസ്സിലായോ? ഡൗട്ടുള്ളവർക്ക് ചോദിക്കാം. നാലാമത്തേത് C6H6Cl6. എന്താ നമുക്ക് ഏറ്റവും ചെറുതാക്കാൻ പറ്റുന്ന റേഷ്യോ എന്ന് പറയുമ്പോൾ 6 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര? CHCl അത്രയേ ഉള്ളൂ.
ഡൗട്ടുള്ളവർക്ക് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഡിറ്റർമൈൻ the number of moles present in 0.55 milligram of electron. സർ ലാസ്റ്റിലെ ഇലക്ട്രോൺ എന്നാണോ? ഏതാ? ഇലക്ട്രോൺ. അതായത് determine the number of moles present in 0.55 milligram of electron. ഏതാ? into 10 raised to by 1000 into 10 raised to minus 3. ചെയ്യത്തില്ല. ഏതാ ഇൻറ്റു? നോക്കിയോ, നമുക്ക് എപ്പോഴും ആലോചിച്ച് വേണം. ഞാനിത് പറഞ്ഞു തരാം. തെറ്റാ. ഇവിടെ നോക്കിയോ, നമ്മളെപ്പോഴും നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്നറിയോ? നമ്പർ ഓഫ് മോൾസ്, ആരുടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനാണെങ്കിലും നമ്മുടെ ഇക്വേഷൻ ഇതങ്ങ് പഠിച്ചു വെച്ചേക്കണം. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ, ഒന്നെങ്കിൽ അറ്റോമിക് മാസ് എന്ന് എടുക്കാം, ആറ്റം ആണെങ്കിൽ. രണ്ടാമത്തേത് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള വേറൊരു ഇക്വേഷൻ, ഗിവൺ മാസ് ബൈ മോളിക്യൂൾ ആണ് തന്നിരിക്കുന്നതെങ്കിൽ, അതായത് ഗിവൺ മാസ് ബൈ മോളിക്യൂൾ ആണ് തന്നിരിക്കുന്നതെങ്കിൽ എന്തെന്ന് വരും? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഓക്കെ, നിൽക്കേ. ഇനിയും നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള വേറൊരു ഇക്വേഷൻ ആണെങ്കിൽ, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് പാർട്ടിക്കിൾ, മോളാർ മാസ് ഓഫ് പാർട്ടിക്കിൾ. പാർട്ടിക്കിൾ ആണ് തന്നിരിക്കുന്നതെങ്കിൽ മോളാർ മാസ് ഓഫ് പാർട്ടിക്കിൾ എന്നർത്ഥം. ഓക്കെ, ഇവിടെ ആറ്റം അല്ല തന്നിരിക്കുന്നത്, അപ്പോൾ ഈ ഇക്വേഷൻ അല്ല. മോളിക്യൂളും അല്ല തന്നിരിക്കുന്നത്, ഈ ഇക്വേഷൻ അല്ല. ഇലക്ട്രോൺ ആണ് തന്നിരിക്കുന്നത്, അപ്പോൾ ഇതൊരു പാർട്ടിക്കിളാണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ സെലക്ട് ചെയ്യുകയാണ്. ഈ ഇക്വേഷൻ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ആ ഇക്വേഷൻ ഈ 3 ഇക്വേഷൻ എഴുതിയിട്ടേക്കണം കേട്ടോ. ഈ 3 ഇക്വേഷൻ എഴുതിയിട്ടേക്കണം ഇതിനകത്ത് തന്നെ, ഈ ക്വസ്റ്റിനകത്ത് തന്നെ. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് എത്ര? അവിടെ 0.55 മില്ലിഗ്രാം ഇല്ലേ? മില്ലിഗ്രാമിനെ ഗ്രാം ആക്കി വേണം ചെയ്യാൻ. ഇൻറ്റു 10 raised to minus 3 1. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്താണ്? മോളാർ മാസ് ഓഫ് പാർട്ടിക്കിളാണ്. മോളാർ മാസ് എന്ന് പറയുമ്പോൾ ഒരു മോൾ പാർട്ടിക്കിളിൻ്റെ മാസ്. ഒരു മോൾ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ എത്ര? അല്ല, അതായത് ഒരു മോൾ പാർട്ടിക്കിൾ, ഒരു ഇലക്ട്രോണിൻ്റെ മാസ് എത്ര? ഒരു ഇലക്ട്രോണിൻ്റെ മാസ് 9.1 ഇൻറ്റു 10 raised to minus 31 kg ആണ്. ഇൻറ്റു എന്താണ്? 6.022 ഇൻറ്റു 10 raised to minus
ചില 6.02 × 10⁻23 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ അത്രയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇത് ചെയ്യുമ്പോൾ 1 മോൾ കിട്ടും. 9 ഇത് എഴുതുന്നതിന് മുമ്പ് ഇത് എഴുതുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. ഇങ്ങനെ എഴുതുക, അതായത് ഗിവൺ മാസ് എന്ന് എടുത്ത് എഴുതുക. ഗിവൺ മാസ് എന്ന് എഴുതിയിട്ട് എത്ര എന്ന് എഴുതുക, 0.55 mg എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ താഴോട്ട് 0.55 × 10⁻³ ഗ്രാം എന്ന് എഴുതുക. ഒന്ന് ഇത് പറഞ്ഞിട്ട് ഇത് എഴുതിയിട്ട് നോക്കിയോ. രണ്ടാമത് എന്താണെന്ന് എഴുതേണ്ടതെന്നറിയോ, മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് എഴുതുക. മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയാ, 9.1 × 10⁻31 kg ആണ്. ഒരു ഇലക്ട്രോൺ, മാസ് ഓഫ് 1 ഇലക്ട്രോൺ. അപ്പോൾ 1 മോൾ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ എത്ര വരും? ഒരു ഇലക്ട്രോണിന് 9.1 × 10⁻31 kg ആണെങ്കിൽ 1 മോൾ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ എത്ര വരും? × 6.02 × 10⁻23 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1 മോൾ കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അറിയാവുന്ന പാർട്ടിക്കിളിൻ്റെ തരുള്ളൂ. അറിയത്തില്ലേ, പഠിക്കണം. കഴിഞ്ഞ വർഷം നിന്നെ ഞാനല്ലേ പഠിപ്പിച്ചേ? കാണിക്കാൻ നോക്കട്ടെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അലീഷയൊക്കെ ഓക്കെ ആണോ? അലീഷ നോക്കുക സർ. ഏതാ? അത് kg-യിൽ അതിനകത്തൊരു കാര്യം ചെയ്യണം, അതും കൂടെ മാറ്റണം കേട്ടോ. കാരണം kg-നെ, കാരണം മോളി ഗ്രാം അല്ലേ. അപ്പോൾ നമുക്ക് 9.1 × 10⁻31 × 10⁻. കിലോഗ്രാമിനെ ഗ്രാം ആക്കുമ്പോൾ എത്ര വരും? കിലോഗ്രാമിനെ ഗ്രാം ആക്കുമ്പോൾ എന്താ വേണ്ടത്? അപ്പോൾ എന്ത് ചെയ്യണം? × 10⁻³ കൂടെ ചെയ്യണം കേട്ടോ. അത്രയും ഗ്രാമാണ്, അതുകൂടെ ചെയ്യണം. അപ്പം അത് ചെയ്യുമ്പോൾ ഇവിടെ 10⁻28 വരും. അതും കൂടെ ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോഴേ 1 മോൾ വരുള്ളൂ. ഇതൊന്ന് നോക്കിയാലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. എഴുതിയോ? അത് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ എന്തായാലും അറിയാമല്ലോ, ഇത് 1 മോൾ അതിൻ്റെ ആൻസർ എന്ന് അറിയാമല്ലോ. അത് ചെയ്ത് നോക്കിയാൽ മതിയേ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അത് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ നോക്കിയിരിക്കാൻ സമയമില്ല. നോക്കിയോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ദ നമ്പർ ഓഫ് oxygen atom present in 5 moles of glucose എന്ന് പറയുമ്പോൾ C6H12O6 ആണ് ഗ്ലൂക്കോസ്. എത്രയാണെന്ന് നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം പ്രസന്റ് ഇൻ 5 moles ഓഫ്
ഗ്ലൂക്കോസിനെ എങ്ങനെ സിംപ്ലസ്റ്റ് ഒക്കെ അല്ല അങ്ങനെ എഴുതാൻ പറ്റില്ല. നമ്മൾ ഒരു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നിൻ്റെ ക്ലാസ്സിൽ ധനു എന്ന് പറഞ്ഞ 10 പേരുണ്ട് എന്ന് വിചാരിച്ചോ. അപ്പം ധനു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 10 പേരും നോക്കുമായിരിക്കും അല്ലേ? അപ്പം നിൻ്റെ ഇനിഷ്യലി ചേർത്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യത്തെപ്പറ്റി പഠിക്കുന്ന സമയത്ത് അതിൻ്റെ മെയിൻ നാമം ഇട്ടാണല്ലോ പഠിക്കുന്നത് അല്ലേ? അതാണ് വ്യത്യാസം. എംപീരിക്കൽ എഴുതി കഴിഞ്ഞാൽ കുറേ പേർക്ക് അതേ എംപീരിക്കൽ ഫോർമുല ഉണ്ട്. നീ നേരത്തെ എംപീരിക്കൽ ഫോർമുല എടുത്ത് നോക്കി. CH3COH മറ്റേതിനും ഒരേ എംപീരിക്കൽ ഫോർമുലയാണ്. മനസ്സിലായോ? വൺ മോൾ ഓഫ് ഓക്സിജൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗ്ലൂക്കോസ്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റാണ്. ഇവിടെ ശ്രദ്ധിച്ചോ, പറഞ്ഞുതരാം. ഇച്ചിരി കൺഫ്യൂസിങ് ആയിരിക്കും ഇത്. ഇവിടെ ശ്രദ്ധിച്ചോ, എല്ലാവരും ശ്രദ്ധിക്കണേ. നോക്കിയോ, ഒരു മോളിക്കൂളിനകത്ത് ഇതാണ്ട് ഇതിൻ്റെ ആൻസർ വേണ്ട. ഇത്ര ആൻസർ വേണമെങ്കിൽ ആദ്യം തന്നെ എഴുതിയേക്കാം. ആൻസർ എന്ന് പറയുന്നത് 30 × 6.022 × 10⁻23 ഓക്സിജൻ ആറ്റമാണ്. ഓക്കെ. അത് എങ്ങനെയാ വന്നതെന്ന് നമുക്ക് നോക്കാം. 6/6 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, അത് പറഞ്ഞുതരാം. 6/6 അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഒരു മോളിക്കൂളിനകത്ത് നിങ്ങൾ നോക്കിയേ, 1 മോളിക്കൂൾ, ഇത് ലോജിക്കാണ് പറഞ്ഞു തരുന്നത്, ഇത് ആൻസർ. 1 മോളിക്കൂൾ C6H12O6 എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? ഒരു മോളിക്കൂളിനകത്ത് 6 ആറ്റം ഉണ്ട് അല്ലേ? 6 ഓക്സിജൻ ആറ്റം ഉണ്ട്. നീ O2 എന്ന് പറയുന്ന സംഭവം വിട്. O2 എന്ന് പറഞ്ഞിട്ട് ഓക്സിജൻ ആറ്റം എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്, മോളിക്കൂൾ അല്ല. ഓക്സിജൻ ആറ്റം O മാത്രം നോക്കിയാൽ മതി. 6 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഓക്കെ. അപ്പം ഒരു മോളിക്കൂള് ഓഫ് C6H12O6 എത്ര ആറ്റങ്ങൾ കാണും? 6 × 6.022 × 10⁻23 കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ 5 മോളിനകത്ത് എത്ര കാണും? 5 മോൾ ഓഫ് എന്താ 5, അതായത് ശ്രദ്ധിച്ചോണം, ഒന്നുകൂടെ പറഞ്ഞു തരാം. ഒരു സിംഗിൾ മോളിക്കൂൾ, അതായത് ഒരു സിംഗിൾ മോളിക്കൂൾ ഓക്സിജൻ ആറ്റത്തിനകത്ത് ശ്രദ്ധിച്ചോണം, 1 സിംഗിൾ വേണമെങ്കിൽ എഴുതിയിട്ടോണം ആവശ്യമാണ്. 1 സിംഗിൾ മോളിക്കൂൾ ഓഫ് എന്താണ് C6H12O6 കണ്ടെയ്ൻസ് എന്താണ്? കണ്ടെയ്ൻസ് എത്ര ആറ്റമാ? 6 ആറ്റംസ് അല്ലേ? 6 ഓക്സിജൻ ആറ്റംസ് ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ 1 മോളിക്കൂൾ ഓഫ് C6H12O6 കണ്ടെയ്ൻസ് എന്താണ്? കണ്ടെയ്ൻസ് ഈസിക്കൽ എന്താ? 6 × 6.022 × 10⁻23 ആണല്ലോ. ഇനി എന്താ? 5 മോൾസിനകത്ത് എത്ര വരും? ഒരു മോളിനകത്ത് 6 × 6.022 ആണെങ്കിൽ 5 മോൾസിനകത്ത് എത്ര വരും? 5 മോൾസ് ഓഫ് എന്താണ്? 5 മോൾ മോളിക്കൂൾ ഓഫ് കാർബൺ ഗ്ലൂക്കോസ് കണ്ടെയ്ൻ എത്രയാണ്? 5 × 6 × 6.022 × എത്രയാ? 10⁻23. അതാണ് 30 × 6.022 × 10⁻23 ആറ്റംസ്. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. സാർ എന്തുകൊണ്ടാണ് അവിടെ 6 മൾട്ടിപ്ലൈ 6 × 6.022 എന്ന് എടുത്തത്? ഒരു മോളിക്കൂളിനകത്ത് എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 6. അപ്പം ഒരു മോളിക്കൂളിനകത്ത് എത്ര ആറ്റം കാണും? ഓക്സിജൻ ആറ്റം കാണും? ഒരു മോൾ, അതായത് ഒരു മോളിക്കൂളിനകത്ത് എത്ര ആറ്റം ഉണ്ട് ഓക്സിജന്റെ? ഒരു മോളിക്കൂൾ, ഒരു സിംഗിൾ മോളിക്കൂൾ 6 ആറ്റംസ് അല്ലേ? 6. ഒരു മോളിക്കൂൾ, ഒരു മോൾ എന്ന് പറയുമ്പോൾ എത്ര? ഒരു മോൾ എന്ന് പറയുമ്പോൾ എത്ര മോളിക്കൂൾസ് ഉണ്ട് അതിനകത്ത്?
ഒരു മോൾ എന്ന് പറയുമ്പോൾ 6.02 × 10⁻23 മോളിക്യൂൾസ് ഉണ്ടെന്നല്ലേ പഠിപ്പിച്ചേ? ആ അപ്പോൾ ഒരു മോളിക്യൂളിനകത്ത് 6 ആറ്റം ഉണ്ടെങ്കിൽ ഒരു മോൾ മോളിക്യൂളിനകത്ത് 6 × 6.02 × 10⁻23 ആറ്റങ്ങൾ കാണും അല്ലേ? ഓക്കെ ഓക്കെ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ചോദിച്ചോണം, പറഞ്ഞു തരാം. ആ കൺഫ്യൂസിങ് ആയത് മനസ്സിലായി മനസ്സിലായി. നല്ലതായിട്ട് കൺഫ്യൂസിങ് ആണ്. ഇങ്ങനെ അങ്ങോട്ടുള്ള സാധനങ്ങളൊക്കെ ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഇപ്പൊ സിമ്പിൾ പറയാം. നോക്കിയേ ഇവിടെ നോക്കിയേ. അലീഷ ഇവിടെ ശ്രദ്ധിച്ചേ. അലീഷ, ഓക്കെ സർ. ആ, ഒരു ചക്കയ്ക്കകത്ത് 6 കുരു. ഒരു ചക്കയ്ക്കകത്ത് 6 കുരു. ഒരു മോൾ ചക്ക എന്ന് പറയുമ്പോൾ എത്ര ചക്കയാന്നാ പറഞ്ഞേ? ഒരു മോൾ ചക്ക എന്ന് പറയുമ്പോൾ എത്ര ചക്കയാന്നാ പറഞ്ഞേ? 6.022 × 10⁻23 ചക്ക ആണല്ലോ. ആണോ? ആണ്. അപ്പൊ ഒരു ചക്കയ്ക്കകത്ത് 6 കുരു ആണെങ്കിൽ 6.022 × 10⁻23 ചക്കയ്ക്കകത്ത് എന്ത് ചെയ്യും? അത് × 6 ചെയ്യുമ്പോഴല്ലേ നമുക്ക് അത്രയും ചക്കയ്ക്കകത്തെ കുരു കിട്ടുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഇനിയും അത് 5 മോൾ വരുമ്പോൾ എത്ര വരും? ഒരു മോൾ ചക്കയ്ക്കകത്താണ് 6 × 6.022 × 10⁻23 കുരുക്കൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 5 മോൾ ചക്കയ്ക്കകത്ത് എത്ര വരും? 5 × 6 × 6.022 × 10⁻23 വരും. മനസ്സിലായോ? ആയെങ്കിലേ ആയെന്ന് പറയാവൂ. ദേവി ഇത് ഒരു ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആരും ഇത് അങ്ങോട്ടേക്ക് പോലെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങോട്ടേക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കൺഫ്യൂസിങ് ആണ്. അർജുൻ എന്താ പറയുന്നത്? അർജുൻ മനസ്സിലായി സാറേ. ഓക്കെ. അലനും അഭിനവും ഒക്കെ എന്ത് പറയുന്നു? അഭിനവ്, ജോഹാൻ, മനസ്സിലായി സർ. ശ്രീലക്ഷ്മിയും അർപ്പിതയൊക്കെ എന്ത് പറയുന്നു? മനസ്സിലായി സർ. മനസ്സിലായി സാർ. പാർവണ, അനുഷ്ക, അനഘ മനസ്സിലായി സാർ. സൂര്യഗായത്രി മനസ്സിലായി സാർ. ഓക്കെ. ഗുഡ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. For gram of NaOH was dissolved in sufficient water to form 250 ml of the solution. Calculate the molarity. Calculate the molarity of this solution. ഇതിന്റെ സോഡിയത്തിന്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട് 23, ഓക്സിജന്റേത് 16, ഹൈഡ്രജന്റെ 1 തന്നിട്ടുണ്ട്. നോക്കിയോ, പറഞ്ഞുതരാം. അറിയത്തില്ലേ? പറഞ്ഞുതരാം. നോക്കിയോ, നമുക്കറിയാം മൊളാരിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചാണ്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ എന്താണ്? 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ഇല്ലേ? അപ്പം വോളിയം ഇൻ ലിറ്റർ. ഇതാണ് മൊളാരിറ്റിയുടെ ഇക്വേഷൻ ആണല്ലോ. അപ്പം നമുക്കറിയാം, സിംപിളി പറയുവാണെങ്കിൽ മൊളാരിറ്റി M ഈസ് ഈക്വൽ ടു N ഡിവൈഡഡ് ബൈ V എന്ന് എഴുതാം. ആണോ? N കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ പഠിച്ചോളൂ. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ
നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എന്താണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എന്താണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. മോളിക്കൂൾ ആയതുകൊണ്ട് മോളാർ മാസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗിവൺ മാസ് ഇവിടെ എത്ര? അതായത് 4 ഗ്രാം ആണ്. 4 ഗ്രാം ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് നോക്കി. NaOHൻ്റെ മോളിക്കുലാർ മാസ് എത്രയായിരിക്കും? NAയുടെ 23, NaOHൻ്റെത് NAയുടെ 23, ഓക്സിജൻ്റെത് 16, ഹൈഡ്രജൻ്റെ 1. 23, 16, 39, 1, 40 ഇല്ലേ? അപ്പം 4/40 ആയിരിക്കും അതിൻ്റെ നമ്പർ ഓഫ് മോൾസ്. വെട്ടുമ്പോൾ എത്ര കിട്ടും? 1/10 എന്ന് കിട്ടും. ആണല്ലോ. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഓക്കെ, ഇനിയും നമുക്കറിയാം എത്ര ലിറ്ററിനകത്താണ് ഇതിനകത്തൊരു 250 ml ആണ്. 250 ml. അപ്പം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. ഇനി വോളിയം കണ്ടുപിടിക്കണം. വോളിയം എത്ര? 250 ml. നമുക്ക് എന്തിലുള്ളതാണ് വേണ്ടേ? ലിറ്ററിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 250 ഡിവൈഡ് ബൈ എത്രയാ? 1000. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കട്ട് ചെയ്ത് പോകുമ്പോൾ 1/4 വരും. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൊണ്ട് എവിടെ കൊടുത്താൽ മതി? മൊളാരിറ്റിക്കകത്ത് കൊടുത്താൽ മതി. നമ്പർ ഓഫ് മോൾസ് 1/10, ഇത് 1/4. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/10 ഇൻറ്റു 4/1 കട്ട് ചെയ്യുമ്പോൾ 2/5 ആയിരിക്കും അതിൻ്റെ മൊളാരിറ്റി. 2/5 ചെയ്ത് നോക്കണം. എത്ര? 5.0. അപ്പം 0.4 മോളാർ. അതായത് എം എന്നങ്ങ് എഴുതിയാൽ മതി, ക്യാപിറ്റൽ M. 0.4 മോളാർ, അല്ലെങ്കിൽ മോൾസ് പെർ ലിറ്റർ എന്ന് എഴുതാം. മോൾസ് പെർ ലിറ്റർ എന്ന് എഴുതാം. ഡൗട്ടുള്ളവർ ചോദിക്കാം. എഴുതിയോ? എല്ലാവരും എഴുതിയോ? എഴുതി കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ക്ലാസിഫൈ the following matter. Classify the following matter as homogeneous mixture, heterogeneous mixture, element and compound. ഒന്ന് ഗോൾഡ്, എയർ, മഡി വാട്ടർ. ഇതിനകത്ത് ഏതൊക്കെയാണ് എലമെന്റ്? ഹോമോജീനിയസ് മിക്സ്ചർ, ഹെറ്ററോജീനിയസ് മിക്സ്ചർ, കോമ്പൗണ്ട് എന്ന് നമുക്കറിയാം. ഗോൾഡ് എന്താ? എലമെന്റ്, ഗോൾഡ് എലമെന്റ്. അടുത്തത് എയർ, ഹോമോജീനിയസ് മിക്സ്ചർ. കാരണം നിങ്ങൾ ധനുവിൻ്റെ വീട്ടിൽ പോയിട്ട് ധനു ശ്വസിക്കുന്ന എയറിനകത്തുള്ളതിൻ്റെ റേഷ്യോയും
ഇപ്പോൾ ധനു ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് ശ്വസിക്കുന്ന റേഷ്യോ എന്ത് തന്നെയാണ്, സെയിം ആണ്. അപ്പോൾ ഇത് ഹോമോജീനിയസ് മിക്സ്ചറാണ്. അതേപോലെ തന്നെ അടുത്തത് എന്താ, മടി വാട്ടർ. മടി വാട്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ചള്ളയും ചാറലും അത് ഇതെല്ലാം കാണും. ഒരിക്കലും ഒരേപോലെ അല്ല, എല്ലായിടത്തും കോമ്പോസിഷൻ നോൺ യൂണിഫോം ആണ്. അതുകൊണ്ട് അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്ന് വിളിക്കാം. അതേപോലെ തന്നെ വാട്ടർ നമുക്കറിയാലോ, വാട്ടർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, calculate the number of atoms. Calculate the number of atoms in each of the following. ഒന്നാമത്തേത് 14 gram of nitrogen. നൈട്രജൻ മോളിക്കൂളാണ് നൈട്രജൻ N2. അതേപോലെ രണ്ടാമത്തേത് 14 മോൾ ആറ്റം ഓഫ് നൈട്രജൻ. അടുത്തത് 3 14 U ഓഫ് നൈട്രജൻ. മൂന്ന് ഡിഫറെൻ്റ് യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്. 14 ഗ്രാമിൽ എത്ര ഉണ്ട്, 14 മോളിൽ എത്ര ഉണ്ട്, 14 യുയിൽ എത്ര ഉണ്ട്, എന്താ നമ്പർ ഓഫ് ആറ്റം. നൈട്രജൻ എല്ലാം നൈട്രജൻ ആറ്റം അല്ല കേട്ടോ, നൈട്രജൻ മോളിക്കൂൾ ആണ് എല്ലാം, അത് ഓർത്തോണം. എന്തുവാ 28 എന്തുവാ 14 ഗ്രാം 14 ആൻസർ ആവുന്നതല്ല, എൻ്റെ യു പൊട്ടത്തരം പറയാം. ഇത് സിമ്പിളാ, ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഞാൻ പറഞ്ഞു തരുന്നില്ല, ഇച്ചിരി ചിന്തിച്ചെഴുതും. ഏതാ ആ ആദ്യത്തെ ആൻസർ ആൻസർ നിങ്ങൾ പറ, നിങ്ങളെല്ലാം ഇല്ല മൂന്നും കൂടെ ചെയ്തിട്ട് പറ, ഞാൻ ഒന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടും. എല്ലാവരും ശ്രദ്ധിച്ചോ, പറഞ്ഞു തരാം. ഇവിടെ ശ്രദ്ധിച്ചോ, ഒരു ശ്രദ്ധിച്ചോ. എല്ലാവരും കൺഫ്യൂഷൻ ഉണ്ടാവും, നോക്കിക്കോ, കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പം റെഡിയാക്കി തരാം, നോക്കിക്കോ. ആദ്യത്തേതാണേ പറയുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ആറ്റത്തിൻ്റെ മാസ്, ഒരു നൈട്രജൻ ആറ്റത്തിൻ്റെ മാസ് എത്രയാ, ഒരു നൈട്രജൻ ആറ്റത്തിൻ്റെത്, നൈട്രജൻ ആറ്റത്തിൻ്റെ മാസ് 14 U ആണ്. ഓക്കെ, ഒരു മോൾ നൈട്രജൻ ആറ്റത്തിൻ്റെ മാസോ 14 ഗ്രാമാന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? ഒരു മോൾ ഒരു സിംഗിൾ നൈട്രജൻ ആറ്റത്തിൻ്റെ മാസ് 14 U ആണ്. അപ്പോൾ ഒരു മോൾ നൈട്രജൻ ആറ്റത്തിൻ്റെ മാസ് എത്രയാണ്, 14 ഗ്രാമാണ്. ഇവിടെ 14 ഗ്രാമിനകത്ത് എത്ര ആറ്റം ഉണ്ടെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ശരിക്കും നൈട്രജൻ മോളിക്കൂൾ മൊത്തത്തിൽ എത്ര ഗ്രാം കാണും? നൈട്രജൻ മോളിക്കൂളിനകത്ത് 28 U ആണുള്ളത്. നൈട്രജൻ മോളിക്കൂളിൻ്റെ ഒരു മോളിനകത്തുള്ളത് 28 ഗ്രാമാണ്. ഇവിടെ അവരങ്ങനെയല്ലേ ചോദിച്ചിരിക്കുന്നത്. 14 ഗ്രാമിനകത്ത് എത്ര
നൈട്രജൻ ആറ്റം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഒരു നൈട്രജൻ മോളിക്കൂൾ എന്ന് പറയുമ്പോൾ N2 ആണ്. N2 വേണ്ട അവിടെ. കാരണം എന്താ? 14 ഗ്രാം മതി. 14 ശ്രദ്ധിക്ക് ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിക്കണം. നോക്കിക്കോണം, എല്ലാവരും ശ്രദ്ധിച്ചോണം. ഒരു നൈട്രജൻ ആറ്റത്തിൻ്റെ മാസ് എത്രയാണ്? ഒരു സിംഗിൾ നൈട്രജൻ ആറ്റത്തിൻ്റെ മാസ് 14U ആണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആണോ? ഒരു മോൾ നൈട്രജൻ ആറ്റത്തിൻ്റെ മാസ് എത്രയാ? ഒരു മോൾ നൈട്രജൻ ആറ്റത്തിൻ്റെ മാസ് എത്രയാ? 14 ഗ്രാം. അതായത് ഒരു മോൾ നൈട്രജൻ ആറ്റം എന്ന് പറയുമ്പോൾ എത്ര ആറ്റം ഉണ്ട്? 6.022 ഇൻറ്റു 10⁻23 ആറ്റത്തിൻ്റെ മാസാണ് 14 ഗ്രാം. അപ്പോൾ 14 ഗ്രാമിനകത്ത് എത്ര ആറ്റം ഉണ്ട്? അപ്പം എത്രയേ ഉള്ളൂ? കിട്ടിയില്ലെങ്കിൽ പറയണം കേട്ടോ. ഓൺലൈൻകാർക്ക് കിട്ടിയില്ലേ പറയണം. ഓൺലൈൻകാർക്ക് കിട്ടിയില്ലെങ്കിൽ പറയണം. അപ്പോൾ അതിന് ആൻസർ എഴുതേണ്ടത് തന്നെ ഇങ്ങനെയാണ്. നോക്കിയോ, അതിന് നൈട്രജൻ മോളിക്കൂളോ എന്ത് വേണേ ആയിക്കോട്ടെ. N2 മോളിക്കൂളിനകത്ത് ശരിക്കും N2 മോളിക്കൂളിനകത്ത് എത്ര നൈട്രജൻ ഉണ്ട്? 2 നൈട്രജൻ ഉണ്ട്. അതായത് 28 ഗ്രാം ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. എനിക്ക് 28 ഗ്രാമിൻ്റെ ഒന്നും കണ്ടുപിടിക്കണ്ടേ. എനിക്ക് എത്ര കണ്ടുപിടിച്ചാൽ മതി? 14 ഗ്രാമിനകത്ത് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായോ? അപ്പോൾ 28 ഗ്രാമിനകത്ത് ചിലപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കൂടുതൽ കാണും. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. അതായത് 1 സിംഗിൾ ആറ്റം ഓഫ് നൈട്രജൻ അല്ലെങ്കിൽ മാസ് ഓഫ് 1 സിംഗിൾ ആറ്റം ഓഫ് നൈട്രജൻ ഈസിക്കലും എത്രയാ? 14U. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് 1 മോൾ ആറ്റംസ് ഓഫ് നൈട്രജൻ എന്ന് പറയുമ്പോൾ എത്രയാവും? നമ്മൾ പഠിച്ചതനുസരിച്ച് 14 ഗ്രാം. അപ്പോൾ മാസ് ഓഫ് 1 മോൾ ഓഫ് ആറ്റംസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ട്? ദാറ്റ് ഈസ് 1 മോൾ ആറ്റംസ് എന്ന് പറയുമ്പോൾ 1 മോൾ ആറ്റം എന്ന് പറയുമ്പോൾ എത്ര? 1 മോൾ ആറ്റം എന്ന് പറയുന്നത് എത്രയാ? 6.022 ഇൻറ്റു 10⁻23 നൈട്രജൻ ആറ്റമിനകത്താണ് എത്ര ഗ്രാം ഉള്ളത്? 14 ഗ്രാം ഉള്ളത്. അല്ലെ 14 തിരിച്ചും പറയാം. 14 ഗ്രാമിനകത്ത് എത്ര ആറ്റം ഉണ്ട്? 6.022 ഇൻറ്റു 10⁻23 ആറ്റം ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ആൻസർ. മനസ്സിലായി? ബാക്കി 2 തന്നെത്താനെ ചെയ്തുകൊണ്ട് വന്നു. ഹോംവർക്ക് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാം. ബുദ്ധി ഉണ്ടെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാം. ഇത് മനസ്സിലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പം ഈ ഇതിന്റെ തേർഡ് പാർട്ടില്ലേ, 14E ഓഫ് നൈട്രജൻ, തേർഡ് പാർട്ട് നമുക്ക് സെക്കൻഡ് തേർഡ് ഹോംവർക്ക് തന്നെ ചെയ്യാം. പറഞ്ഞോ മോൻ പറഞ്ഞോ, ഞാൻ എന്തായാലും പറയാം. പറഞ്ഞോ. തേർഡ് പാർട്ടിൽ മീൻസ് അതിന്റെ ആൻസർ പിന്നെ അത് ആറ്റം അല്ലേ തന്നേക്കുന്നത് നൈട്രജൻ? അവര് പറഞ്ഞിരിക്കുന്നത് 14Uനകത്ത് എത്ര ആറ്റം ഉണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ അതേ ഞാൻ പറയാം. ഒന്നാമത്തെ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൻസറും കിട്ടും. 14Uനകത്ത് എത്ര ആറ്റം ഉണ്ടേ? ഒരാറ്റേ ഉള്ളൂ. ഒരാറ്റത്തിന്റെ മാസം അല്ലേ 14U. അപ്പോൾ 14Uനകത്ത് എത്ര ആറ്റം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരാറ്റം. അതൊക്കെ പറഞ്ഞ ഫസ്റ്റിന്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിന്റെ ആൻസർ കിട്ടുമെന്ന്. ശരി. ഓക്കെ 14 മോൾ ആറ്റം. മാസ് ഓഫ് 1 മോൾ ഓഫ് 14 മോൾ ആറ്റം ഓഫ് നൈട്രജൻ. 14 മോൾ. ഒരു മോളിനകത്ത് 6.022. 14 മോളിനകത്ത് എത്ര വരും എന്നുള്ളതാണ്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല, ഇച്ചിരി തെറ്റുണ്ടാവും. അല്ല 14 മോൾ കറക്റ്റ്. എടേ ഒന്നുമില്ല. നോക്കിയേ, ഒരു സിംഗിൾ ആറ്റത്തിൻ്റെ മാസ് 14U. ഒരു മോൾ ആറ്റത്തിൻ്റെ മാസ് 14 ഗ്രാം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു മോൾ ആറ്റത്തിനകത്ത് എത്ര ആറ്റം ഉണ്ടെന്ന് അർത്ഥം? 6.022 10⁻23 ആറ്റം. അപ്പോൾ 14 ഗ്രാമിനകത്ത് എത്ര ആറ്റം ഉണ്ട്? 6.022 10⁻23 നൈട്രജൻ ആറ്റം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു മോൾ നൈട്രജൻ എന്താണ് ഇതിനകത്ത് എത്ര ആറ്റം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 6.022 ഇൻറ്റു 10⁻23 ആറ്റങ്ങളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റിനകത്ത്. അങ്ങനെയാണെങ്കിൽ 14 മോളിനകത്ത് എത്ര വരും? 14 മോൾ നൈട്രജനകത്ത് എത്ര വരും? അതായത് 14 ഇൻറ്റു 14 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആറ്റങ്ങൾ കാണും. ഓക്കെ, ഇനിയും 14Uനകത്ത് എത്ര ആറ്റം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാലോ, മാസ് ഓഫ് 1 ആറ്റം ആണ്. മാസ് ഓഫ് 1 ആറ്റം ഓഫ് നൈട്രജൻ ആണ് എത്രയാ? 14U. അപ്പോൾ 14Uനകത്ത് എത്ര ആറ്റം കാണും? 1 ആറ്റം. കഴിഞ്ഞു പരിപാടി. 3ന്റെ ആൻസർ കാണും.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾ എടാ മോളിക്കൂൾ ആണെങ്കിലും നമുക്ക് അതിനകത്ത് അത്ര 14 ഗ്രാമേ ഉള്ളൂ, 28 ഗ്രാമിൻ്റെ കണ്ടുപിടിക്കണ്ട. വേണ്ട, എഴുതിക്കുക N2 എന്ന് എഴുതിക്കുക. നൈട്രജൻ മോളിക്കൂളിൻ്റെ അല്ലേ, മാസ് ഓഫ് 1 ആറ്റം ഓഫ് നൈട്രജൻ മോളിക്കൂൾ എന്നാണ്. ആ നൈട്രജൻ മോളിക്കൂളിൻ്റെ 1 ആറ്റത്തിൻ്റെ, നൈട്രജൻ മോളിക്കൂൾ 2 നൈട്രജൻ ഉണ്ട്, അതിൽ ഒരു ആറ്റത്തിൻ്റെ മാസ് യു. 2 ആറ്റം വരുമ്പോൾ 28 യു വരും. മനസ്സിലായോ? എല്ലാവരും കൃത്യമായിട്ട് കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒറ്റ ന്യൂമറിക്കൽ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൻ്റെ റെക്കോർഡഡ് വീഡിയോ ആണെങ്കിൽ അയച്ചു തരാം. തൽക്കാലം എന്നാൽ പിന്നെ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം.